നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കെ മുരളീധരൻ്റെ മണലൂർ നിയോജകമണ്ഡല പര്യടന പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന ഈ കൂട്ടായ്മയുടെ അധ്യക്ഷൻ മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പി.എ. മാധവനാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇവിടെ സന്നിഹിതനായിട്ടുള്ള നമ്മുടെ DCC പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോസ് വള്ളൂർ, നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഈ മണപ്പുറത്തിൻ്റെ മകനായ പ്രിയങ്കരനായ CPN പ്രതാപനാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാറൂൺ റഷീദ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ K. ബാബു, ജനറൽ കൺവീനർ അഫ്സൽ തങ്ങൾ, KPCC സെക്രട്ടറിമാരായ ശ്രീ സുനിൽ അന്തിക്കാട്, ശ്രീ ഷാജി കോടങ്കണ്ടത്ത്, പ്രിയങ്കരനായ CMP നേതാവ് ശ്രീ PR നമ്പീശൻ, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയ സഹോദരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുബൈദ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ വാടാനപ്പള്ളിയിൽ വെച്ച് ഈ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ പഴയകാല ഓർമ്മകളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഞാനൊക്കെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്, KSU ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത്, അന്ന് പ്രസംഗത്തിൽ പരിശീലനം നേടിയ മണ്ണാണ് മണപ്പുറത്തിൻ്റെ ഈ മണ്ണ്. അന്തിക്കാട്, പെരിങ്ങോട്ടുകര, കണ്ടശാങ്കടവ്, മണലൂര്, വാടാനപ്പള്ളി, തൃത്തല്ലൂര്, ഏങ്ങണ്ടിയൂര്, തളിക്കുളം, തൃപ്രയാറ്, കൊലപ്പാട്, ഇങ്ങനെ നമ്മുടെ മണലൂർ മേഖലയിലും ഈ മണപ്പുറം മേഖലയിലും അന്ന് 1ാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന ഞാൻ നടത്തിയ പ്രസംഗങ്ങൾ, അന്ന് എനിക്ക് എല്ലാ പ്രോത്സാഹനം നൽകിയ പഴയകാല നേതാക്കളെ ഒക്കെ ഞാൻ മനസ്സിലോർക്കുകയാണ്. മൺമറഞ്ഞു പോയ നമ്മുടെ ഈ പ്രദേശത്ത് മഹത്തായ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ സന്ദേശവാഹകരായിരുന്ന ആ ഗുരു കാരണവന്മാരെ എല്ലാവരെയും ത്തിൽ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം ആദരണീയനായ തൃശൂർ പ്രവർത്തിച്ച് ജനമനസ്സിൽ ഇടം നേടി കേരളത്തിൻ്റെ പ്രതീകമായി മാറിയ മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ പ്രിയ പുത്രനാണ്. പാർലമെന്ററി രംഗത്ത് നല്ല പഴക്കമുണ്ട്. നന്നേ ചെറുപ്രായത്തിൽ തന്നെ കോഴിക്കോട്ട് നിന്നും MP ആയി, വടകരയിൽ നിന്നും MP ആയി, കോഴിക്കോട്ട് നിന്ന് പലതവണ MP ആയി. അങ്ങനെ പാർലമെന്ററി രംഗത്ത് അനുഭവത്തിലൂടെ പാർലമെന്റിൽ ഒരു MP എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ചോദിച്ചാൽ ആ രീതിയിൽ മാതൃകാപരമായി പ്രവർത്തിച്ച അഭിമാനകരമായ പശ്ചാത്തലമാണ് പ്രിയപ്പെട്ട ശ്രീ മുരളീധരനുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ MP-മാരും വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നേറുമ്പോൾ അതിൽ
ആവേശകരമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയ പ്രിയ സഹോദരനാണ് കെ മുരളീധരൻ. നമുക്ക് നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട MP ആയിരുന്നത് ശ്രീ KN പ്രതാപനായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രതാപൻ തന്നെ താല്പര്യപ്പെട്ട് അതനുസരിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ശ്രീ മുരളീധരൻ സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിലെത്തുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമെടുത്ത ഏറ്റവും ശരിയായ തീരുമാനമായിരുന്നു. തന്റെയുമല്ല, ആ കാര്യത്തിൽ മുരളീധരന് വേണ്ടി വഴിയൊരുക്കിയത് പ്രിയപ്പെട്ട പ്രതാപനാണ്. പ്രതാപനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട. മുരളീധരൻ, പ്രിയങ്കരനായ മുരളീധരൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതല്ല, ഇതിലെ പിന്നെ കൂടെ വരണം. മുരളി, ഞാൻ ഇങ്ങനെ തുടങ്ങി വെച്ചു. ഈ മണ്ണ് കേട്ടോ മുരളി, ഞങ്ങളൊക്കെ പ്രസംഗ പരിശീലനം നടത്തിയ മണ്ണാണ്. ഈ മണരൂർ മേഖല, മണപ്പുറത്തിന്റെ ഈ മേഖല എന്നൊക്കെ പറയുന്നത് ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്, KSU തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഞങ്ങളൊക്കെ പ്രസംഗ പരിശീലനം നേടിയത് ഈ മണ്ണാണ്. ഞങ്ങൾക്ക് അന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി പ്രോത്സാഹനം നൽകിയ പഴയ ഒരുപാട് കാരണവന്മാരുണ്ട്, മുതിർന്ന നേതാക്കളുണ്ട്. അവരെയൊക്കെ മനസ്സിലോർത്ത് അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരവ് അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു വരികയായിരുന്നു, കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ശ്രദ്ധേയനായ പ്രിയപ്പെട്ട മുരളീധരൻ ഏറ്റെടുത്ത എല്ലാ ചുമതലകളും, പാർട്ടി ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും വളരെ ഫലപ്രദമായി നിറവേറ്റി പാർലമെന്റ് അംഗമെന്നുള്ള നിലയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ അതിനിശിതമായി പാർലമെന്റിൽ ചോദ്യം ചെയ്ത കോൺഗ്രസ് MPമാരുടെ നിരയിൽ മുൻനിരയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. തൃശൂരിന് അഭിമാനമായി, കേരളത്തിന്റെ ശബ്ദമായി നമ്മുടെ പ്രിയപ്പെട്ട മുരളിയെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാനുള്ള വലിയ സന്ദർഭമാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിൽ നമ്മുടെ മേഖല, മണലൂർ മേഖല, വാടാനപ്പള്ളി അതിൻ്റെതായ പങ്ക് വഹിക്കും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. മുരളീധരൻ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ വന്നത്.
കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശരിയായ തീരുമാനമായിരുന്നു അത്. മുരളീധരൻ വരുന്നതിന് വഴിയൊരുക്കിയത് പ്രിയപ്പെട്ട പ്രതാപനാണ്. പ്രതാപന്റെ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മുരളീധരൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ മണ്ണിന്റെ മകനായ, മണപ്പുറത്തിന്റെ മകനായ പ്രതാപൻ കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു മാതൃകയായിട്ടാണ് പ്രവർത്തിച്ചത്. താൻ വഴിയൊരുക്കി ഇവിടെ കടന്നു വന്ന കെ മുരളീധരനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി പ്രതാപൻ തന്നെ തന്റെ പേര് ചുമരിൽ നിന്നും മാറ്റി മുരളിയുടെ പേരിടുന്ന ആ ദൃശ്യം ഞാൻ വളരെയേറെ പുളകത്തോടുകൂടിയാണ് ഞാൻ കണ്ടത്. ഒരു പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആരും ഇതുപോലെ വിശാലമായ പാർട്ടി താല്പര്യം കാണിച്ചുകൊണ്ട് നിൽക്കുമെന്ന് കരുതുന്നില്ല. പ്രതാപനെ നമ്മൾ കഴിഞ്ഞ വർഷം ജയിപ്പിച്ചു. പ്രതാപൻ നമ്മുടെ ചുമതല പൂർണ്ണമായി, നമ്മുടെ നാടിന്റെ ചുമതല, നാടിന്റെ ശബ്ദം പാർലമെന്റിൽ ഉന്നയിച്ചു. വളരെ ഫലപ്രദമായി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ ആ സേവനം കണക്കിലെടുത്തുകൊണ്ട്, പാർട്ടി താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് ശ്രീ മുരളീധരൻ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ ആവേശപൂർവ്വം സ്വീകരിച്ച മാതൃകാപരമായ നടപടിയെ കണക്കിലെടുത്തുകൊണ്ടാണ് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തെ KPCC വർക്കിംഗ് പ്രസിഡന്റായി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ചത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം, സേവനം ഇനിയും വിശാലമായ തലങ്ങളിൽ കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ഭാവി MP കൂടിയായ കെ മുരളീധരൻ കോൺഗ്രസിന്റെ വാഗ്ദാനമാണ്. മുരളിയിൽ നിന്നും ഒരുപാട് നാം പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന്റെ നട്ടെല്ലാണ് അദ്ദേഹം. പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാനും, ഇനി അദ്ദേഹത്തിന്റെ ചുമതലയിൽ വ്യത്യാസം വരും. കാരണം പാർലമെന്റിൽ ഇന്നലെ വരെ നരേന്ദ്രമോദിയുടെ തെറ്റായ നയങ്ങളെ വിമർശിക്കുക, എതിർക്കുക, അതിനെ ചെറുത്തു നിൽക്കുക എന്നായിരുന്നു ദൗത്യമെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് കുതിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള അവസരമാണ് തൃശ്ശൂരിന് കൈവന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രീ മുരളി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊച്ചു മുരളിയാണ്. ഞാൻ KSU പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അന്ന് മൻമോഹൻ ബംഗ്ലാവിൽ ചെല്ലുമ്പോൾ അന്ന് നിക്കറിട്ട് നിന്നിരുന്ന പ്രിയപ്പെട്ട മുരളി കാണുമ്പോൾ ചിരിക്കുക, ലോഹ്യം പറയുക. ആ മുരളി എൻ്റെ മനസ്സിൽ മായാത്തൊരു ചിത്രമായി ഇന്നുമുണ്ട്. പ്രിയപ്പെട്ട മുരളിയെ നമ്മുടെ മണ്ണിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഷോൾ സ്വീകരിക്കുന്നതിന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ നാടിന്റെ മകനായ പ്രിയപ്പെട്ട പ്രതാപനെ രാഷ്ട്രീയത്തിൽ മാതൃകാപരമായി പ്രവർത്തിച്ച, മറ്റെന്തിനേക്കാൾ ഉപരി പാർട്ടി താല്പര്യമാണ്, ജനതാല്പര്യമാണ് എന്ന് കരുതി മുന്നോട്ട് പോയ എൻ്റെ പ്രിയപ്പെട്ട അനുജൻ CTN പ്രതാപനെ ഞാൻ ഷോൾ അണിയിച്ച് എൻ്റെ മനസ്സിൻ്റെ സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. ഇവിടെ നേരത്തെ ശ്രീ പ്രതാപൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യ രാജ്യം നിലനിൽക്കണമോ, ഈ നിലയിൽ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമായി നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം, അതിന്റെ തുടർച്ചയായ ജനാധിപത്യം, അതിന്റെ അനിവാര്യ ഘടകമായ മതേതരത്വം, അതെല്ലാം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന പ്രശ്നമാണ്. കാരണം BJP നരേന്ദ്രമോദിയുടെ ഭരണം ഇതെല്ലാം തകർക്കുന്നു. നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യത്തെ തള്ളിപ്പറയുന്നു.
സ്വാതന്ത്ര്യത്തിന്റെ മഹനീയത ഒട്ടും ഉൾക്കൊള്ളുന്നില്ല. രാജ്യത്തെ ജനാധിപത്യത്തെ തകർക്കുന്ന നടപടികൾ, പാർലമെന്റിനെ പോലും നോക്കുകുത്തിയാക്കി എംപിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത് പാർലമെന്ററി ജനാധിപത്യത്തിന് എന്നേക്കും അപമാനം വരുത്തിവെച്ച പശ്ചാത്തലമാണ് നരേന്ദ്രമോദിയുടേത്. ഇപ്പൊ മോഡി നാട് മുഴുവൻ ഓടി നടക്കുകയാണ്. ഇതാ കുന്നംകുളത്ത് വരാൻ പോകുന്നു, തൃശ്ശൂര് പലതവണ വന്നു, തിരുവനന്തപുരത്ത് വന്നു, പാലക്കാട് ഒന്ന് കറങ്ങി, വീണ്ടും കുന്നംകുളത്തേക്ക് വരുന്നു. നരേന്ദ്രമോദിയോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേരളത്തിൽ വന്ന് നിരങ്ങുന്ന നരേന്ദ്രമോദി മണിപ്പൂരിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹോദരിമാർ കൂട്ടമായി പീഡിപ്പിക്കപ്പെട്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കി മണിപ്പൂർ കത്തിയെരിയുമ്പോൾ ഇന്ത്യയുടെ ഭാഗമായ മണിപ്പൂരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയില്ല. ആ മോഡിയാണ് ഇപ്പോൾ ഓടി നടക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട് ഭരണഘടന എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ അടിസ്ഥാന നയങ്ങൾ തകർത്തുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന നരേന്ദ്രമോദി ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്ന, മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തികച്ചും വിരുദ്ധമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടേണ്ടത് ആവശ്യമാണ്. തന്റെയുമല്ല, ഇപ്പൊ എല്ലാം ഗ്യാരണ്ടിയാണ്. തൃശ്ശൂര് വന്ന് തുടങ്ങിയതാണ് ഗ്യാരണ്ടി. ഞാൻ ചോദിക്കുന്നത്, നരേന്ദ്രമോദി ഇതുവരെ നടത്തിയ ഏതെങ്കിലും ഒരു ഗ്യാരണ്ടി നേരെ ചൊവ്വെ നടപ്പാക്കിയോ? അദ്ദേഹം ഏറ്റവും വലിയ ഗ്യാരണ്ടി വിദേശത്തെ കള്ളപ്പണം പിടിച്ചെടുത്ത് എല്ലാ ഇന്ത്യക്കാർക്കും 15 ലക്ഷം വീതം നൽകുമെന്നായിരുന്നു. വിദേശത്തെ കള്ളപ്പണത്തിന്റെ തോത് ഇരട്ടിയായി. നരേന്ദ്രമോദി ആ വാക്ക് തെല്ലെങ്കിലും പാലിച്ചോ? പണപ്പെരുപ്പം തടയുമെന്ന് പറയുന്നു. ഇന്ത്യ ഏറ്റവും വലിയ പണപ്പെരുപ്പത്തിലെത്തിയിരിക്കുന്നു. വിലക്കയറ്റം തടയുമെന്ന് പറയുന്നു. ഇന്ത്യയെ ഏറ്റവും വലിയ വിലക്കയറ്റത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അന്തർദേശീയ തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞിട്ടും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ചെറുതായിട്ടൊന്ന് കുറച്ചു. നമ്മുടെ അമ്മമാരും സഹോദരിമാരുടെ ഉണ്ട് കുക്കിംഗ് ഗ്യാസിന്റെ വില. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 414 ആയിരുന്നു. ഇപ്പൊ 1160 തെരഞ്ഞെടുപ്പായപ്പോ അല്പം കുറച്ചു. ഇപ്പൊ 940 നിൽക്കുന്നു. രാജ്യത്തെ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടു. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് പോലെ നരേന്ദ്രമോദി രാജ്യത്തെ വിലക്കയറ്റത്തെ തള്ളിവിട്ടപ്പോൾ കേരള ജനതയെ വിലക്കയറ്റം കൊണ്ട് വീർപ്പ് പൂട്ടിക്കുന്ന നടപടികളാണ് സഖാവ് പിണറായി വിജയൻ നടത്തിയത്. പൊതുവിതരണ സമ്പ്രദായം തകർത്തു. നിങ്ങൾക്കറിയാമല്ലോ, പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാനന്ന് KPCC പ്രസിഡന്റായിരുന്നു. നരേന്ദ്രമോദി പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂട്ടിയപ്പോൾ അതിന്റെ ഫലമായി കേരള സർക്കാരിന് അധികമായി കിട്ടുന്ന നികുതിയുണ്ട്. 2 തവണ അത് വേണ്ടെന്ന് വെച്ചു ഉമ്മൻചാണ്ടി. പിണറായി എന്താ ചെയ്തത്? അധിക നികുതി അനുഭവിച്ചു, ആസ്വദിച്ചു എന്ന് മാത്രമല്ല അതിന്മേൽ സെസ് ഏർപ്പെടുത്തി, അധിക സെസ്, ഇന്ധന സെസ് ഏർപ്പെടുത്തി ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നു. നരേന്ദ്രമോദിയും പിണറായിയും തമ്മിൽ മത്സരിക്കുകയാണ്. ആരാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത്? നരേന്ദ്രമോദി രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുമ്പോൾ പിണറായി ജനങ്ങളുടെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുന്നു. ഒന്നും വേണ്ട, പഞ്ചായത്തിൽ ഒരു പുതിയ ലൈസൻസ് കിട്ടണമെങ്കിൽ, പെർമിറ്റ് കിട്ടണമെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന തുക എത്ര കൂടി? ശരിക്കു പറഞ്ഞാൽ ഇരു കൂട്ടരും ഒരേ നാണയത്തിന്റെ ഇരുവശമാണ്. ഇരു കൂട്ടരും ചേർന്ന് നാടിനെ നശിപ്പിക്കുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരിടുന്ന അതിക്രമങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുന്നു. 2016 മുതൽ 21 വരെയുള്ള ആ കാലത്തിനിടയിൽ
ദേശീയ തലത്തിൽ സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ എന്ന് പറയുന്നത് 22 ലക്ഷമാണ് അതിക്രമങ്ങൾ. കേരളത്തിലാകട്ടെ 86,000-ത്തിലധികമാണ്. ദാരിദ്ര്യം അവസാനിപ്പിക്കുമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ വേറൊരു ഗ്യാരണ്ടി. നരേന്ദ്രമോദി ഭരിച്ച് എന്തായി? ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി. ആഗോളടിസ്ഥാനത്തിൽ 125 രാജ്യങ്ങളെ പരിശോധിക്കുമ്പോൾ ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 111. ചുരുക്കി പറഞ്ഞാൽ നശിപ്പിച്ചു. ഇതിനൊക്കെ പുറമെ വർഗീയത വളർത്തി, വെറുപ്പ് വളർത്തി, വിദ്വേഷം വളർത്തി, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. ദേശീയ നേതാക്കന്മാരെ, ഗാന്ധിജിയെ, നെഹ്റുവിനെ, ഇന്ദിരാഗാന്ധിയെ, അബ്ദുൽ കലാം ആസാദിനെ എല്ലാവരെയും തമസ്കരിക്കുന്നു. ഈ രാജ്യത്തെ ചരിത്രം ഗോഡ്സെയ്ക്ക് അനുകൂലമായി നിൽക്കുന്നു. മഹാത്മാഗാന്ധിയെ ഇകഴ്ത്തുക, മഹാത്മാഗാന്ധിയെ തമസ്കരിക്കുക, നാഥുറാം ഗോഡ്സെയെ പുകഴ്ത്തുക, ഗോഡ്സെയുടെ പേരിൽ ക്ഷേത്രങ്ങൾ പോലും ഉണ്ടാക്കുന്ന അവസ്ഥ. നരേന്ദ്രമോദിയുടെ ഇസം എന്ന് പറയുന്നത് ഗാന്ധിസം തകർക്കുക, ഗോഡ്സെയിസം വളർത്തുക എന്നുള്ളതാണ്. അതിനെല്ലാം കൂട്ടുപിടിക്കുന്ന നിലപാടാണ് സഖാവ് പിണറായി വിജയൻ നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ അടുത്ത കാലത്തുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നരേന്ദ്രമോദിയെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് ഒരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ടോ? കേന്ദ്ര ഭരണത്തിനെതിരായി വല്ലതും പറയുന്നുണ്ടോ? അദ്ദേഹം വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിയെയാണ്. അദ്ദേഹം വിമർശിക്കുന്നത് കോൺഗ്രസിനെയാണ്. അന്ധമായ കോൺഗ്രസ് വിരുദ്ധത നിലനിർത്തിക്കൊണ്ടാണ് പിണറായി ഇപ്പോൾ പോകുന്നത്. കേരളത്തെ തകർത്തില്ലേ പിണറായി? ഞാൻ ആലോചിക്കുകയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കും? സ്വന്തം അണികളെ പോലും സമീപിക്കാൻ പറ്റുമോ? രാജ്യത്തെ വിലക്കയറ്റം ശക്തിപ്പെടുത്തി, ക്രമസമാധാനം തകർത്തു. രാജ്യം മുഴുവൻ അക്രമമാണ്. മുഖ്യമന്ത്രി തന്നെയാണ് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നവകേരള സദസ്സ് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് നേരെ പ്രതിഷേധമുയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച ആ അക്രമികളെ സാധൂകരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ CPM അക്രമികളെ സാധൂകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അവരൊക്കെ രക്ഷകരാണെന്നാണ്. അതോടുകൂടി കേരളത്തിൽ അക്രമം വ്യാപകമായി. ഇപ്പൊ SFIക്കാരെന്താ? സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു കൊച്ചുമകന്റെ കാര്യം എന്താണ്? SFIയുടെ ക്രൂര മനസ്സുള്ളവർ ആ കുട്ടിയെ നിരന്തരം ഉപദ്രവിച്ച്, നിരന്തരം പീഡിപ്പിച്ച് എത്ര ദാരുണമായ കൊലപാതകമാണ് നടത്തിയത്. ഏതായാലും CBI അന്വേഷണം വന്നത് തികച്ചും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. കേരളത്തെ അക്രമത്തിലേക്ക് നയിക്കുന്ന, സമാധാനാന്തരീക്ഷം തകർക്കുന്ന, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ഏറ്റവും കൂടുതൽ അക്രമങ്ങൾക്ക് കളമൊരുക്കുന്ന തന്നെയുമല്ല, നമ്മുടെ നാട്ടിൽ സിവിൽ സപ്ലൈസിൽ ചെന്നാൽ വല്ല സാധനമുണ്ടോ? ശ്രീ പ്രതാപൻ പറഞ്ഞു, ശ്രീ മാധവൻ പറഞ്ഞു, ഈ ഓണക്കാലത്ത്, വിഷുകാലത്ത്, ബക്രീദ് കാലത്ത്, പെരുന്നാൾ കാലത്ത്, റംസാൻ കാലത്ത്, ക്രിസ്മസ് കാലത്ത് ഒക്കെ കേരള ഗവൺമെന്റ് എത്രയോ കാലമായി ചന്തകൾ നടത്തും. അതൊന്നുമില്ല. സിവിൽ സപ്ലൈസിൽ ചെന്നാൽ ഒരു അരിയും പലവ്യഞ്ജനങ്ങളും ഒന്നും ന്യായവിലയ്ക്ക് കിട്ടാനില്ല. റേഷൻ കടകളിലുമില്ല. ആകെ തകർത്തു, കേരളത്തെ തകർത്തു. ദേശീയ തലത്തിൽ ഇന്ത്യയെ തകർത്തു നരേന്ദ്രമോദിയെങ്കിൽ കേരളത്തെ തകർത്തു എന്നുള്ള ദുഷ്പേരാണ് പിണറായിക്ക് എന്നെന്നും ജനങ്ങൾ ചാർത്തി കൊടുക്കുക. ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട വാടാനപ്പള്ളിയിലെ സഹോദരന്മാരോട് അപേക്ഷിക്കാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നും നോക്കരുത്. രാഷ്ട്രീയം നോക്കാതെ തന്നെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മുരളീധരനെ ജയിപ്പിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ കരുത്തു പകരാൻ നിങ്ങളുടേതായ പങ്ക് കൂടെ നിർവഹിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. എല്ലാ വിജയങ്ങളും നേരുന്നു, എല്ലാ നന്മകളും നേരുന്നു. പ്രിയപ്പെട്ട മുരളി ജയിച്ചു കഴിഞ്ഞ് മുരളിയോടൊപ്പം ഞാനിവിടെ വരാം. നമുക്കൊരു നല്ലൊരു സ്വീകരണം അന്ന് മുരളിക്ക് കൊടുക്കണം.
വാടാനപ്പള്ളി എന്നെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായി ബന്ധപ്പെട്ട മണ്ണാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അന്തിക്കാട്, കണ്ടശാങ്കരത്, വാടാനപ്പള്ളി എന്നൊക്കെ പറഞ്ഞാൽ, തൃപ്രയാറ്, തളിക്കുളം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകളാണ്, അനുഭവങ്ങളാണുള്ളത്. ഞാൻ ആരുടെയും പേര് പ്രത്യേകിച്ച് പറയുന്നില്ല, എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്. അവരെല്ലാം ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ട മുരളിക്ക് എല്ലാ ആശംസകളും നേരുന്നു. മുരളിയുടെ പര്യടന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഇതോടെ പ്രഖ്യാപിക്കുന്നു. കോൺഗ്രസിന്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ബഹുമാനിയായ ഒട്ടനേകം നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്, DCC പ്രസിഡന്റ് ഉൾപ്പെടെ. അവരെല്ലാവരും ആശംസകൾ